ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു ചോക്ലേറ്റ് സോസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു അര കപ്പ് പാലെടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് പഞ്ചസാര, ഒരു പിഞ്ച് ഉപ്പ്. അപ്പോൾ നമുക്ക് ഈ മൈദയും കൊക്കോ പൗഡറും പഞ്ചസാരയൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ അരിച്ചെടുത്തതിനകത്തോട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള പാല് ഞാൻ അടുപ്പത്തിൽ ഒരു ചെരുവം വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഒഴിക്കുക. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് ഞാൻ ഈ പഞ്ചസാരയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് മെൽറ്റ് ആകുന്നവരെ ഒന്ന് ഇളക്കാം. ചെറിയ തീയിലാണ് ചെയ്യുന്നത്. നല്ല പഞ്ചസാര മെൽറ്റായി. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ മിക്സ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒഴിക്കുക. കൈവിടാതെ നമുക്ക് ഇളക്കണം, കാരണം അത് കഴിഞ്ഞ് അല്ലെ കട്ടയാകാൻ പാടില്ല. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ വളരെ സൂക്ഷിച്ച് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ്സ് ഇതിനകത്ത് ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ സൈഡെല്ലാം നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട്, ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സും കൂടി നമുക്കിതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് എടുക്കാൻ പറ്റും. നമ്മുടെ സോസിൻ്റെ തിക്നെസ് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമുക്കൊന്ന് അടുപ്പത്തൊന്ന് മാറ്റാം. ഇപ്പം ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റുകയാണ്. അപ്പം ഞാൻ ഇതിനകത്ത് 1/2 കപ്പ് പഞ്ചസാര ഇട്ടുള്ളൂ. നിങ്ങൾക്ക് ഇച്ചിരി കൂടി മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.